Hey students, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്തത്? ആർസിസി എന്നുള്ള സബ്ജക്റ്റിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കോൺക്രീറ്റിൻ്റെയും സ്റ്റീലിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, മെറ്റീരിയൽ പ്രോപ്പർട്ടീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൽ വരുന്ന MCQs നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് RCC സ്റ്റാൻഡ്സ് ഫോർ? അപ്പോൾ RCC എന്ന് പറഞ്ഞാൽ എന്താണ്? റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ഓപ്ഷൻ എ അല്ലേ വരുന്നത്? റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്. അപ്പോൾ എന്തിനാണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്? കോൺക്രീറ്റ് എന്ന് പറയുന്നത് ടെൻഷനിൽ വീക്കാണ്. അപ്പോൾ ടെൻസൈൽ ഫോഴ്സ് വരുന്ന സമയത്ത് കോൺക്രീറ്റിന് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ പെട്ടെന്ന് അതിൻ്റെ ഒരു ഫെയിലിയർ സംഭവിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? സ്റ്റീല് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റീല് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്ത് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ടെൻഷനെ റെസിസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? സ്റ്റീല് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ RCC എന്ന് പറഞ്ഞാൽ എന്താണ്? റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് ആണ് ആൻസറായിട്ട് വരുന്നത്. Next question, the minimum cube strength of concrete used for a pre-stressed member is? Answer ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 350 kg/cm². ആണ്. ഓക്കെ, ഓപ്ഷൻ സി 350 kg/cm². ഓക്കെ, next question, why is steel used as reinforced material in RCC? എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റീല് RCCയിൽ റീഇൻഫോഴ്സ്ഡ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? സ്റ്റീല് ടെൻസൈൽ സ്ട്രെങ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, സ്റ്റീൽ പ്രൊവൈഡ്സ് ടെൻസൈൽ സ്ട്രെങ്ത് ടു ദ സ്ട്രക്ചർ. ഓക്കെ, നമ്മൾ പറഞ്ഞു എന്താണ്? ടെൻസൈൽ സ്ട്രെങ്ത്തിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സ്റ്റീല് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ സ്റ്റീൽ ഒരു റീഇൻഫോഴ്സ്ഡ് മെറ്റീരിയലായിട്ട് RCCയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടി ഈസ് ട്രൂ ഫോർ ബ്രിട്ടിൽ മെറ്റീരിയൽ? ഏതാണ്? ഓപ്ഷൻ ബി പ്ലാസ്റ്റിക് നേച്ചർ. ഓക്കെ, ഓപ്ഷൻ ബി പ്ലാസ്റ്റിക് നേച്ചർ. Next question, why is slump count test is performed in the concrete? അപ്പോൾ സ്ലംപ് ടെസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ഡിറ്റർമിൻ വർക്കബിലിറ്റി അല്ലേ? ടു ഡിറ്റർമിൻ വർക്കബിലിറ്റി. ഓപ്ഷൻ സി, വർക്കബിലിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്ലംപ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how does the strength of concrete differ with age of concrete? അപ്പോൾ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റും ഏജ് ഓഫ് കോൺക്രീറ്റും തമ്മിൽ എന്താണ്? ഇപ്പോൾ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഏജ് ഓഫ് കോൺക്രീറ്റിനനുസരിച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഏജ് കൂടുന്നതിനനുസരിച്ച് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തും കൂടും. ഓക്കെ, ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ എ ഇൻക്രീസസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിമെൻറ്റ് കോൺക്രീറ്റ് ഹാസ് ടെൻഡൻസി ടു ബി? എന്താണ്? ഓപ്ഷൻ സി പോറസ് ആണ് ആൻസറായിട്ട് വരുന്നത്. കാര്യം വോയിഡ്സ് ഉണ്ടാവുന്നതുകൊണ്ട് ഓപ്ഷൻ സി പോറസ് ആണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ഗ്രേഡ് 33 സിമെൻറ്റ് ഇൻഡിക്കേറ്റ്സ്? എന്താണ്? ഓപ്ഷൻ ഡി compressive strength of 33 Newton/mm². Okay, compressive strength of 33 Newton/mm². ആൻസർ ആയിട്ട് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ഹൈ കാർബൺ സ്റ്റീൽ? എന്താണ്? ഓപ്ഷൻ ബി റെഡ്യൂസ്ഡ് ഡക്റ്റിലിറ്റി. ഓക്കെ, ഓപ്ഷൻ ബി റെഡ്യൂസ്ഡ് ഡക്റ്റിലിറ്റി. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ RCCയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്, അതായത് മെറ്റീരിയൽ പ്രോപ്പർട്ടീസൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് MCQസൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.